ഹായ് ഓൾ, ദിസ് ഇസ് തേഴ്സ്ഡേ മോർണിംഗ്. ഇന്ന് പതിവില്ലാത്തൊരു തെളിച്ചമൊക്കെ ഉണ്ട്, പക്ഷെ വിശ്വസനീയമല്ല. കുറച്ച് കഴിയുമ്പോഴേക്ക് എല്ലാം മാറും. ഇന്നലെ ആരോ കമന്റിൽ പറഞ്ഞു ഇഡ്ലിയുടെ മാവ് അരയ്ക്കുമ്പോൾ ശരിയാവുന്നില്ല, ഞാൻ എങ്ങനെയാണ് അരയ്ക്കുന്നതെന്ന്. ആ നഗ്നസത്യം ഞാൻ അതിന് റിപ്ലൈ ആയിട്ട് തന്നെ കൊടുത്തു. ഞാൻ ഇഡ്ലിയുടെ മാവായാലും അപ്പത്തിന്റെ മാവായാലും ആട്ടാറില്ല, എന്നെ കൊണ്ട് അത് പറ്റാറുമില്ല. കൊളോക്കിലി 7-8 തവണ ഞാനത് കുളമാക്കിയത് കൊണ്ട് ഇപ്പൊ ഞാനത് ചെയ്യാറേ ഇല്ല. ഇന്നിപ്പോ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് അപ്പവും പാലും, ലഞ്ചിന് കൊടുത്തുവിടാൻ അപ്പവും വെജിറ്റബിൾ സ്റ്റൂ ആണ് ഞാൻ പ്ലാൻ ചെയ്തേക്കുന്നത്. എനിക്ക് തന്നെ ചില ദിവസങ്ങളിൽ തോന്നാറുണ്ട് അപ്പവും ദോശയും ഇഡ്ലിയും ഇതൊക്കെ തന്നെ റിപ്പീറ്റ് ആയിട്ട് കാണിച്ചുകൊണ്ടിരിക്കേണ്ടതെന്ന്. പിന്നീട് ആലോചിക്കും, ഒരു ചേഞ്ചിന് ഇപ്പോൾ രാവിലെ എന്നെ കൊണ്ട് എന്തായാലും അൽഫാമും ഷവായും ഒന്നും ഉണ്ടാക്കാൻ പറ്റത്തില്ലല്ലോ, പിന്നെ എല്ലാ വീട്ടിലും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കുമല്ലോ. വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഇട്ട് ഒന്ന് മൂപ്പിച്ചിട്ട് സവാള ആഡ് ചെയ്ത് കൊടുക്കാം. സവാള ഒന്ന് വഴന്ന് വരുമ്പോൾ നമുക്ക് പച്ചക്കറികൾ ആഡ് ചെയ്ത് കൊടുക്കാം. കോളിഫ്ലവർ ആയതുകൊണ്ട് തന്നെ ഇന്നലെ വൈകുന്നേരം ഒരുപാട് നേരം ഞാനത് ചൂടുവെള്ളത്തിൽ ഉപ്പിട്ട് വെച്ചിരുന്നു. മഞ്ഞപ്പൊടി ഇടണം എന്നാണ്, പക്ഷേ സ്റ്റൂ വൈറ്റ് കളറിൽ ഇരിക്കണം എന്നുള്ളതുകൊണ്ട് മഞ്ഞപ്പൊടി ചേർക്കാണ്ടാണ് വെജിറ്റബിൾസ് ഞാൻ വേവിച്ച് വെച്ചിരിക്കുന്നത്. കോളിഫ്ലവർ മാത്രമല്ല, ക്യാരറ്റും പൊട്ടറ്റോയും ഉണ്ട്. വഴന്നു വന്ന സവാളയിലേക്ക് മുഴുവൻ മസാലകളായിട്ട് 3 ഏലക്ക, ഒരു കഷ്ണം പട്ട, ഒരു 2-3 ഗ്രാമ്പൂ എന്നിവ ചേർത്ത് കൊടുക്കാം. ഇതിൽ പൊടികളായിട്ട് ഞാൻ ഗരം മസാലയും ഒരല്പം പെപ്പർ പൗഡറും മാത്രമേ ചേർക്കുന്നുള്ളൂ. എല്ലാം കൂടെ നന്നായിട്ട് വഴന്ന് വരുമ്പോൾ അതിലേക്ക് കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന വെജിറ്റബിൾസും കൂടെ ആഡ് ചെയ്ത് കൊടുത്ത് ഇത്തിരി വെള്ളം ഒഴിച്ച് ഒന്ന് ചൂടാക്കിയെടുത്ത് തിള വരുമ്പോൾ ഓഫ് ചെയ്ത് ആവശ്യത്തിന് ഫ്രഷ് ക്രീം ആഡ് ചെയ്ത് മിക്സ് ചെയ്ത് ഒരു ലേശം നെയ്യ് പുറത്തൊന്നൊഴിച്ചാൽ നമ്മുടെ വെജിറ്റബിൾ സ്റ്റൂ റെഡിയാവും. ഇന്നലെ ഒരു കമൻറ്റിൽ ഞാനിതൊക്കെ എഴുതി വെച്ച് കാണാപ്പാടം പഠിക്കുന്ന പോലെ ഉണ്ടല്ലോ കേട്ടിട്ട് എന്നും പറഞ്ഞിട്ട് കുറേ ചിരിക്കുന്ന സ്മൈലിയും കൂടെ ഉണ്ടായിരുന്നു. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഇതിൽ വോയിസ് ഓവർ കൊടുക്കാനായിട്ടൊരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ 3, 2, 1 എന്ന് കാണിച്ചിട്ടാണ് റെക്കോർഡിംഗ് സ്റ്റാർട്ട് ആവുന്നത്. ആ 1 എത്തുന്നത് വരെ ഞാൻ എന്താണ് സംസാരിക്കാൻ പോകുന്നതെന്ന് എനിക്ക് യാതൊരു ഐഡിയ ഇല്ല. ഞാൻ അതിനെക്കുറിച്ച് ചിന്തിക്കാറ് പോലും ഇല്ല. ചാനലിൻ്റെ സ്റ്റാർട്ടിങ് സമയത്ത് എനിക്ക് ഈ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. നിങ്ങൾ ആ ഒരു സമയത്തെ വീഡിയോസ് കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ ഞാൻ വാർത്ത വായിക്കുന്നത് പോലെ ഇരിക്കും. എന്തൊക്കെ പറയണമെന്ന് ഞാനിങ്ങനെ ആലോചിച്ച് വെക്കുമായിരുന്നു. അന്നതെൻ്റെ പല വീഡിയോസിലും ഞാൻ പറഞ്ഞിട്ടുമുണ്ട്, നിങ്ങളെ ആരെയും എനിക്ക് അങ്ങനെ പരിചയമില്ലല്ലോ, അപ്പോൾ അതുകൊണ്ട് ഈ ഓവറായിട്ട് അറ്റാച്ച്മെൻറ്റ് വർത്തമാനത്തിൽ കാണിക്കാൻ എനിക്ക് പൊതുവേ അറിയത്തില്ല. പക്ഷേ ഇപ്പോൾ ഞാൻ ഈ വോയിസ് ഓവർ ആഡ് ചെയ്യുന്ന സമയത്ത് എനിക്ക് 49,423 സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. ഇവരെ എല്ലാവരെയും എനിക്ക് ഒരുപാട് അറിയാവുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നത്, എനിക്ക് ഏറെ പ്രിയപ്പെട്ടവരെ പോലെ. അതിൻ്റെ മാറ്റം എൻ്റെ വോയിസ് ഓവറിൽ ഇപ്പോൾ കാണാനും ഉണ്ട്. സയൻസ് മിസ് ചോദിച്ചു എന്ന് പറഞ്ഞിട്ട് ആലനെ കൊണ്ട് 2 മീനെയൊക്കെ ഈ ബോട്ടിൽ ആൾ സെറ്റ് ചെയ്ത് വെച്ചിരുന്നു. പക്ഷെ അതവൻ മറന്നുപോയി. കണ്ണമോൻ അവിടെ പുറത്ത് നിൽപ്പുണ്ടായിരുന്നു, അവൻ്റെ കയ്യിൽ അതങ്ങ് കൊടുത്തു വിട്ടു. ഇന്നലത്തെ മീൻകറി ചട്ടി ഇരിപ്പുണ്ടെന്നും പറഞ്ഞ് അമ്മച്ചി വിളിച്ചിരുന്നു. ഇടയ്ക്കിടയ്ക്ക് താലം കൈമാറ്റം ഉള്ളതുകൊണ്ട് ഇവിടെ നിന്ന് അവിടുത്തെ കുറച്ച് പാത്രങ്ങളാണ് കവറിൽ. ഒരു ആവേശത്തിന് ഇന്നലെ ഞാൻ എൻ്റെ ഓയിൽ ബോട്ടിലേക്ക് കഴുകി വെയിലത്ത് വെച്ചിരുന്നത് മഴയെ തപ്പാടെ നനഞ്ഞു. ഇനിയിപ്പോൾ ആ സങ്കടം ഈ ചട്ടിയിൽ അങ്ങോട്ട് തീർക്കാം. സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്.